ജാസ്മിന് ഒരു ഇച്ചിരിയും കൂടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നെന്ന് അവർക്ക് അറിയാം. ഇവിടെ ബിഗ് ബോസ് മലയാളത്തിലെ ജിൻഡോ ജാസ്മിൻ എല്ലാവർക്കും അറിയായിരിക്കും. ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സ് ഒരു ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പിൻ്റെ ഒരു വോയിസ് നോട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് നോക്കിയോ. ജിൻഡോയ്ക്ക് ഫ്രാക്ചർ പറ്റണമെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് കേട്ട് നോക്ക്. അതെന്നുവെച്ചാൽ ഒരു കാരണവശാലും ബൈ മിസ്റ്റേക്ക് പോലും ആയി പോകരുത്. അവരൊന്ന് പുറകോട്ടടിച്ചത് കൊണ്ട് സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിന് ഒരു ഇച്ചിരിയും കൂടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നെന്ന് അവർക്ക് അറിയാം. ഇപ്പൊ തന്നെ ഏകദേശം അവർ ഉറപ്പിച്ചു. 5 പേരിലല്ല 3 പേരിൽ ഒരാളായിട്ട് ജാസ്മിൻ ഉറപ്പിച്ചു കഴിഞ്ഞു. 5 പേരിലല്ല 3 പേരിൽ ഒരാളായിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു. ആരെ ഉറപ്പിച്ച തരത്തിൽ എന്നാലും ഉറപ്പിച്ച് കഴിഞ്ഞു. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. ഇനി ഉറപ്പാണ് ജിൻഡോനൊക്കെ എന്തെങ്കിലും ഒന്ന് വീണിട്ട് അങ്ങ് ഫ്രാക്ചർ പഠിച്ചോനെ പറയരുത്. പടച്ചോനെ അങ്ങനൊന്നും പറയരുത്. എന്നിട്ട് പറയുന്നത് കേൾക്കണേ എന്നാ കൂടെ പറയാം. ജിൻഡോന്റെതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. വലിയൊരു തെറ്റ് ജിൻഡോന്റെ ഭാഗത്ത് ഉണ്ടാവണം. അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും മതി. അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചാലും മതി. ചെറിയ ഫ്രാക്ചറൊക്കെ പറ്റി ഒടിഞ്ഞ് കിടന്നാലും കുഴപ്പമില്ല. ജാസ്മിൻ എങ്ങനെയാലും ജയിക്കണം. നേരെ ജാസ്മിനെ കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് മുല്ലപ്പൂ ഫാൻസിനോട് ചോദിക്കാനുള്ളത്, എന്തുകൂടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അങ്ങോട്ട് നടന്നപ്പം അവസാനത്തെ ബോംബെറിഞ്ഞ് പാകിസ്ഥാനെ കീഴ്പ്പെടുത്തിയ എന്തോ വ്യക്തിയെ പോലെ ഈ ജാസ്മിൻ എന്തോ നേട്ടങ്ങൾ കൈവരിച്ച എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുക. കാര്യം നല്ലൊരു മത്സരാർത്ഥിയെ പ്രാഗി അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പറ്റണമെന്ന് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരു ഗ്രൂപ്പോ എന്തായാലും കൊള്ളാം. സപ്പോർട്ടിൻ്റെയൊക്കെ എൻ്റെ ഒരു വശമാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. കാര്യം ജിൻഡോ വീണാലേ പറ്റത്തുള്ളൂ. കാര്യം ജിൻഡോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സാബുമൻ സൈദ് എന്താ പറഞ്ഞത്, ജിൻഡോ ഗെയിമിനോട് ആത്മാർത്ഥത കാണിക്കുന്നത്. നല്ല കാര്യം ഗെയിമാണ് പുള്ളിക്ക് വേണ്ടത്. കാര്യം ട്രോഫി വേണം, അല്ലെങ്കിൽ കപ്പടിക്കണം, അല്ലെങ്കിൽ പൈസ കൊണ്ടുപോകണം. ഇനി ജാസ്മിൻ്റെ ഈ പറഞ്ഞ കണക്ക് ഈ സപ്പോർട്ടേഴ്സിന് വല്ലതും ഈ പൈസ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്. വഴിപാടുകളും പൂജകളൊക്കെ നടത്തി ജാസ്മിൻ ജയിക്കട്ടല്ലേ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി എന്തെല്ലാം കേൾക്കാൻ കിടക്കുന്നു.